നമ്മളെപ്പോഴും, അതായത് നമ്മുടെ ഒരു 10ന്റെ കാശില്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും ചിന്തിക്കുക നമ്മളൊരു കോടീശ്വരനാകും, നമ്മളൊരു കോടീശ്വരനായി കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യും, നമ്മളെങ്ങനെ സംസാരിക്കും, നമ്മളെങ്ങനെ പ്രവർത്തിക്കും. ആ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളെ കോടീശ്വരനാക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് എന്തിനും തുടക്കം കുറിക്കുക. അതായത് ഇപ്പോഴും മടി പിടിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കോടീശ്വരനാകാനുള്ള നിങ്ങൾ ആദ്യം ചുവട് വെക്കുക. 1 രൂപയെങ്കിൽ 1 രൂപ അതിനകത്തൊരു നിക്ഷേപം കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കാൻ പറ്റുന്ന എന്തെങ്കിലും തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു കോടീശ്വരനാകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എപ്പോഴും മണിയെ ഫോളോ ബാക്ക് ചെയ്യുക. അതായത് പണം എങ്ങനെ വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ആ പണത്തെ എങ്ങനെയെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ആ പണത്തെ കൈവിട്ട് കളയാതിരിക്കാനും നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. പണത്തെ ഏതെല്ലാം വഴിയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുവഴിയാണ് നിങ്ങളുടെ പണം